എല്ലാവർക്കും നമസ്കാരം. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ നേരെ ഒരു പ്രസിഡന്റ് ആയിട്ടാണ് വീണ്ടും. അത് മാത്രല്ല ഇവിടെ ആദ്യമായിട്ട് അല്ലേ അമ്മയായിട്ടുള്ള ഫസ്റ്റ് ഈവന്റ് നമ്മുടെ കോട്ടയംകാർക്ക് സ്വന്തം. അതെ അതെ. പിന്നെ അമൃതയുടെ ആഘോഷം ആയിട്ട് എന്താ പറയുക, ഈ ഒരു മേളയിൽ ചേച്ചിയും കൂടെ വന്ന് ഞങ്ങക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടിവിന്ന് പോയി അമൃത ടിവിയിൽ തിരിച്ചു വന്നു. അതാണ്ട വൈബ്. ശ്വേത ചേച്ചി കണ്ടല്ലോ, നമ്മുടെ കൂടെ ശരത് സാർ ഉണ്ട്, ആനി ചേച്ചിയുണ്ട്. അവരുമായിട്ടൊക്കെ ഇനി നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ്. എന്നാ പ്രമാണി ആൾക്കാരിലേക്ക് അങ്ങ് ഇറങ്ങൂ ദേവസേന. താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു കിട്ടിലും പരിപാടി വേറെ ഇല്ല. എന്റെ ദൈവമേ, ചിരിച്ച് 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 ചാനല് മാത്രമല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവല് റേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാരും കോമഡി മാസ്റ്റേഴ്സ് ഹലോ കോമഡി മാസ്റ്റേഴ്സ് ഞങ്ങളുടെ ആൾക്കാർ പ്രോഗ്രാം ഒന്നും ഇവിടെ കണ്ടില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ രണ്ട് ആങ്കേഴ്സ് ഒരു വേദിയിൽ വന്നാൽ ശരിയാവില്ല. ആര് പറഞ്ഞു? ഡാൻസ് കളിക്കുന്നുണ്ടോ? വല്ല പരിപാടി ഉണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? സ്കിറ്റ് ഉണ്ടോ? എന്നാ കുറച്ചൊക്കെ മാറിയേക്ക്. ഇനി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പരിപാടി അല്ലേ വേണ്ട ശരത് സാർ, മഞ്ചരി ചേച്ചി. ഞങ്ങള് സൂപ്പർ സ്റ്റാറിൽ തന്നെ ഈ പാട്ട് നമ്മൾ ഒരുപാട് തവണ ചേച്ചിയെ കൊണ്ട് പാടിച്ചല്ലേ. വീണ്ടും വീണ്ടും ഇത് കേൾക്കാനുള്ള ഒരു കൊതി അല്ലേ ശരത് സാർ? യെസ് ചേച്ചി. ശരത് സാർ ഇന്ന് ഇവിടെ തലയാട്ടേ ഉള്ളൂ, മൈക്കില്ല. ആദ്യം നമ്മുടെ ആനി ചേച്ചീനെ എനിക്ക് ഭയങ്കര കാര്യം വെച്ചാൽ അമൃതയിലാണ് ആദ്യമായിട്ട് ഞാനൊരു കുക്കിംഗ് പരിപാടിയിൽ വന്ന് ഗസ്റ്റ് ആയിട്ടിരുന്നത്. അന്ന് ചേച്ചി ഉണ്ടാക്കി തന്ന മീൻകറിയാ. എനിക്ക് അത് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഒരു ഒന്നൊന്നര കറിയായിരുന്നു അത്. ഞാനത് ഇരുന്ന് കഴിച്ച് എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ, കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്ന്. അപ്പം ചേച്ചിയുടെ ഇപ്പൊ പല വിഭവങ്ങളും ഞാനതില് ചില ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ചേച്ചി അറിയാതെ ഒരു സംഭവം ഞാൻ ചെയ്തു. അമൃത ടിവിയില് നമ്മുടെ ശരത് സാർ എന്നെ വെല്ലുവിളിച്ചു. എന്നോട് ചോദിച്ചു, മഞ്ചരിക്ക് കുക്കിംഗ് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഹെൽത്തി ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാനാന്ന്. കാരണം ശരത് സാർ അല്ലേ, അതെ, അവിടെ കാണുന്ന പ്രേക്ഷകര് മുഴുവനും അവർക്കറിയാം സാറ് കളിയാക്കി വിടുന്നുള്ളത്. ഞാൻ ആണെന്ന് പറഞ്ഞില്ല ആദ്യം, അത് സ്പെഷ്യൽ ആയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആനി ചേച്ചിയുടെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ഇത് കഴിക്കാൻ കൊടുത്തത്. എല്ലാരും കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണത്തെ ഓണമൊക്കെ ഗംഭീരമാണ്. കാരണം കൂടുതലും ഓണം എന്ന് പറയുന്നത് അമൃത ടിവിയോടൊപ്പമാണ്. കാരണം ഓരോ ദിവസം നമ്മൾ കുട്ടികളുടെ പാട്ട് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം സംഗീതത്തിനോടൊപ്പം തന്നെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം വേറെ ഇല്ല. ചേച്ചി ഒരു സെക്കൻഡ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചേച്ചി ഒന്ന് പോയിരുന്നു. ചേച്ചിയായിട്ട് പ്രശ്നം. ചേച്ചി ഹാപ്പിയാണോ? ചേച്ചിയായിട്ട് ഒരു പ്രശ്നമില്ല. ചേച്ചിനെ ഞാൻ വിടുന്നില്ല. ചേച്ചി പൊക്കോ. ആണോ? അലീനയോട് പറഞ്ഞില്ല. സുന്ദരിയാണ് അലീന. വേണ്ട ചേച്ചി, ചേച്ചിയിലുണ്ടല്ലോ എനിക്ക് വേണ്ടി. ചേച്ചി അല്ലല്ലോ, ഒരു സെക്കൻഡ്. മോളെ കൊച്ചെ, നീ നേരത്തെ ഈ എലീന എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? വഴക്ക് പറഞ്ഞോ? പറഞ്ഞു. അമ്മാതിരി വർത്താനം പറഞ്ഞപ്പോ എന്ത് രണ്ടെണ്ണം പറയണ്ടേ? മോശമായിട്ട് സംസാരിച്ചു. താങ്ക് യു. ആരെങ്കിലും വായി എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടണമെന്ന് വിചാരിച്ചിരിക്കും കൊടുത്തല്ലോ. താങ്ക് യു അഖിലേട്ടാ. നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതിനൊക്കെ. അത് അവിടെ വെച്ചേ കൊടുക്കാൻ പറ്റുന്നില്ല. എന്തിനടി നല്ല അടി എറണാകുളത്തുണ്ടായിരുന്നില്ലേ? ഒന്നുമില്ല, എനിക്ക് കോമഡി മാസ്റ്റേഴ്സ് കൂവുന്നുണ്ടായിരുന്നു. അല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് ചേച്ചി? കണ്ടിട്ട് തിരിച്ചു വരും ഞാൻ. എന്തൊരു പരിപാടി എന്ന് പറഞ്ഞാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് കണ്ടിട്ടേ പോവാൻ പറ്റുള്ളൂ. എന്നെ കയറ്റി വിടാൻ പറ്റൂല. നിങ്ങൾ എന്തൊരു കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്താണ് കയറ്റി വിട? ആരും നോക്കട്ടു. അയ്യോ, ഹായ്. നിങ്ങളെ മറ്റേതിനകത്തൊക്കെ കാണുമ്പോഴേ മറ്റേ ടിവിയിലെ പരിപാടി കാണാൻ പോലല്ല, മറ്റേനകത്തൊക്കെ കാണും. അതില് കാണുമ്പോ അത്ര പോരാ. പക്ഷെ നേരിട്ട് കാണാൻ പോണ്ടല്ല, ഒട്ടും കൊള്ളൂല. താങ്ക് യു ചേച്ചി. രണ്ടുപേരല്ലേ? 3 പേരെയും. ഓ അല്ല, ഇത് ഞാനേ വന്ന എന്തെന്നറിയാമോ? മറ്റേ നിങ്ങളെ പരിപാടിയില്ലേ, ടിവിയിൽ കാണുന്ന പരിപാടിയാ? ഒരു പരിപാടിയിൽ നമ്മള് മറ്റേ ഈ കോമഡി പറയണ ആളുകൾ പറയണ കോമഡി വെളിയിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യൂലേ നിങ്ങള്? കോമഡി മാസ്റ്റേഴ്സ്. അത് തന്നെ. ആ പരിപാടിയിൽ വരണം എനിക്ക്.
ചേച്ചിക്ക് വരണോ? ഓ ചേച്ചിനെ ഞാൻ ആദ്യം അതിനകത്ത് ചേച്ചി ഇവരെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. ചേച്ചി എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? ചേച്ചി വേണമെങ്കിൽ സൂപ്പർ സ്റ്റാറിലേക്ക് പോയിരുന്നോ? അതിന് എനിക്ക് പാടാ അറിഞ്ഞൂടാ. അവിടെ ഞാൻ പാടാറുണ്ട്. എനിക്ക് പാടാൻ അറിഞ്ഞിട്ടല്ല ഞാൻ പാടുന്നത്. ചേച്ചി ഇങ്ങ് വന്നേ, അല്ല ചേച്ചി. അത് തിരുവാതിരേ അവിടെ മാറിപ്പോയിരുന്നു. അല്ല അത് എന്തെന്നറിയാമോ, എനിക്ക് അവിടെ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോവുമല്ല, അപ്പൊ ഞാൻ ആ വണ്ടി കൂടെ കയറി അങ്ങ് വരാം. ഹലോ, ഇത് കന്യാകുമാരിയിൽ എക്സ്കർഷൻ വന്നിട്ട് പോകുന്ന ഒരു പരിപാടിയാണത്. അല്ല എനിക്ക് അത് പരിപാടിയിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. ചേച്ചി, അത് പരിപാടിയിൽ വരണമെങ്കിൽ അത് ഒറ്റയ്ക്കല്ല പരിപാടി. അതല്ലേ? അതെ, ഹലോ, അല്ല. പേര് വേണം. അയ്യോ എന്തിന്? പേര് വേണം. ഞാൻ എന്റെ മാപ്പിളേരെടുത്ത് പണ്ടേ പറഞ്ഞതാണ്, ഇത് എന്തെങ്കിലും അവസാനം ഒരു പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുമെന്ന്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എനിക്കത് വേണം, എനിക്കത് വേണമെന്ന്. ഏത് പേരെ? എന്റെ പൊന്നു ചേച്ചി, പേരും പ്രസവം അല്ല. ഈ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ പരിപാടിയിൽ രണ്ടുപേര് ചേർന്നല്ലേ മത്സരിക്കുന്നത്. അപ്പൊ കൂടെ ഒരാൾ വേണം, അതാണ് പേർ. അത് ഞാൻ എന്നെ മനസ്സിലായ, ഞാൻ അങ്ങ് തിരുവനന്തപുരത്തെന്നാണ് വരണത്. അത് സംസാരം കേട്ട മനസ്സിലായല്ലോ. എന്റെ മാപ്പിളയും കൊണ്ട് വന്ന് എന്താണെന്നറിയാമോ, നമ്മൾ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെ എവിടെ എന്തോ മറ്റേ നീല ആമ്പൽ വിരിഞ്ഞു കിടക്കുമെന്ന് എവിടെ, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ, അവിടെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് തള്ളണ്. അത് കണ്ടപ്പോ എന്റെ കെട്ടിയോനെയും കൂടെ ഞാൻ ഇങ്ങനെ ഒരുക്കി കെട്ടി കൊണ്ടുവന്നപ്പം ആമ്പല് മൊത്തം വാടി കിടക്കുന്നു. ഇപ്പൊ കുറച്ച് പച്ച പായലും ഉണ്ട്, പച്ച ഇലയും ഉണ്ട്. അത് കണ്ടോണ്ട് നിന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണമെന്ന്. ഹലോ ഏറ്റുമാനൂരെന്നും പറഞ്ഞൊരു ശബ്ദം കേട്ട് എന്റെ പൊന്നപ്പീ, അത് ഈ 108ന്റെ ശബ്ദമായിരിക്കും. അത് തന്നെ. ആ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ. ഉപ്പു നോക്ക് വെള തുടാന്ന് രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, പാവ കുട്ടികളെ പോലെ ഇരിക്കുന്നു കേട്ടാ. ഇഷ്ടപ്പെട്ട? ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത് ഇരിക്കലാ? വേണ്ട, അതിനുള്ളത് ഞാൻ ആയില്ല, ആവട്ടെ അപ്പ ഇരിക്കാം. ചേച്ചിയുടെ പേര്? എന്റെ പേര് ചന്ദ്രി. ചന്ദ്രി ചേച്ചി അപ്പോഴേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരണം എന്നാണോ ചേച്ചിയുടെ ആഗ്രഹം? പിന്നെ പരിപാടി കളിക്കും. ആ ഭയങ്കര, അതാണ് ഞാൻ ചോദിച്ചു ചേച്ചി, അവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കഴിവുള്ളവർക്കല്ലേ വരാൻ. ചേച്ചി ചേച്ചി എടുത്ത് നോക്കി, ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ചേച്ചി എനിക്ക് ഭയങ്കര കഴിവാണ്, ഞാൻ കോമഡിയൊക്കെ പറയും. ഓ ഞാൻ കോമഡിയൊക്കെ പറയും. ചേച്ചിയാ? ഓ എന്റെ നാട്ടിൽ ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ. അത് ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി, ചേച്ചിയാണ് നാട്ടിലെ ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ ചേച്ചിക്ക് ഇതിൽ പങ്കെടുക്കണ്ടേ? ഓ പങ്കെടുക്കണം. അപ്പൊ ഈ പരിപാടി പങ്കെടുക്കണമെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിലേ പറ്റൂ. കൂടെ ഒരാൾ, ഇപ്പൊ ഇവിടെ ഒരാള് നീ ഉണ്ടല്ല. എനിക്ക് അങ്ങനെ പറ്റൂലല്ലോ ചേച്ചി. അല്ലെങ്കിൽ ഈ അപ്പിയെ വിളിച്ചോണ്ട് പോവാ. ആപ്പിക്ക് കോമഡി പറയോ? അയ്യോ അവളെ വേണ്ട, അവള് വലിയ കോമഡി. അപ്പൊ നിങ്ങൾ വന്നാലും മതി. അല്ല ഞാൻ പിന്നെ മറ്റേ വെൽക്കം ബ്രേക്ക് ഒക്കെ പറയണ്ടേ. നമ്മള് ചേച്ചിയുടെ കൂടെ വന്ന് അവിടെ ചിരിക്കാൻ ആള് കാണൂല. അപ്പൊ പിന്നെ ഞാൻ ആരെ കൊണ്ടുവരണം? ചേച്ചിക്ക് ഭർത്താവില്ലേ? ഉണ്ട്. ഭർത്താവിനെ കൊണ്ടുപോവാ. എന്റെ മാപ്പിളയാ. മാപ്പിള എന്റെ കൂടെ വന്നതാണ് തിരുവനന്തപുരത്തുനിന്ന്. ഇപ്പൊ എവിടെ വായും പിളന്ന് കിടക്കുകയാണ്, എവിടെയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേരെയും കൊണ്ടാണ് ഞാൻ പോവേണ്ടത്. അല്ല, ഭാര്യയും ഭർത്താവും കൂടെ ഒരുപാട് പേരുണ്ടല്ലോ. മാത്രമൊന്നും അല്ല, പിന്നെ പറ. അങ്ങേര് ഈ നിക്കുന്നതൊക്കെ തന്നെ ഉള്ളു, ഒരു ടൈമിംഗ് ഇല്ലാത്തൊരു മനുഷ്യൻ. അത് ടൈമിംഗ് ഇല്ലാണ്ടാണല്ലോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു താളബോധം ഇല്ലെന്ന്. എവിടെയോ കിടന്നു, എവിടെയോ. ഇതാരാ ഇത്? അല്ല എന്താ പൂന്തോട്ടോ? അത് വേറൊന്നുമല്ല. നീ എന്നെ അവിടെ നിർത്തിയിട്ട് നീ ഇതെവിടെ പെയ്യാ? ഞാൻ ഇവിടെ വന്ന്. ഓ എടി ചന്ദ്രി, നീ എപ്പോഴും വന്ന? ഞാനാ ഒരു 6-6 ഇപ്പൊ നമ്മളെ വീട്ടിന്റെ വെളിയിൽ കൂടെ ഒരു കൊക്ക് പറന്ന് പെയ്യും, അതിന്റെ കാലിൽ തൂങ്ങി വന്ന്. അല്ല എഴഞ്ഞു വന്ന്. നിങ്ങൾ മിക്കവാറും ഇന്ന് ഇവിടെ കിടന്ന് എഴയും. എന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ എവിടെ വായും വളർന്നിരുന്നത്? എടി നീ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ പാത പിന്തുടർന്നവൾ അവന്റെ യഥാർത്ഥ ഭാര്യ. അത് ന്യായം. ഭർത്താവിന്റെ ഭാര്യ ഭർത്താവിന്റെ പാത പിന്തുടർന്നാണ് ഭാര്യ. ചേച്ചി ഇങ്ങനെ ഈ വാക്കും കേട്ട് ഓരോ ദിവസം ഇങ്ങനെ പാതയും പിന്തുടർന്ന് ഞാൻ ചെന്നിട്ടെ വടക്കേല സുമേര അടുക്കളയിലിട്ടാണ് ഇങ്ങനെ ഞാൻ പൊക്കിയത്. അത് വേറൊന്നുമല്ല, അത് സുമേര ഇളയ ചെറുക്കനെ ഞാൻ കണ്ടംപററി ഡാൻസ് പഠിപ്പിക്കാൻ പോയി. ഇങ്ങനെ കണ്ടംപററി പഠിപ്പിക്കാൻ പോയിട്ട് അവളെ മാപ്പിളേരെ ഒറ്റ അടിക്കാണ് ആ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ പുഴു അടിച്ചത്. എന്നിട്ട് ഇങ്ങനെ വാരിയെടുത്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോയപ്പോ ഇങ്ങനെ പെടുക്കാൻ പോയത് എങ്ങനെയാന്ന് അറിയാമോ? മറ്റേ ചുമരിൽ പിടിച്ചോണ്ടിങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ പോയത്. ഞാൻ അവിടെ നിന്നപ്പോ നീ എന്തിനിവിടെ വന്ന് പറഞ്ഞെന്ന് തോന്നുന്നു? എന്ത് നീ ഇവിടെ വന്ന്? നിങ്ങൾക്ക് ടൈമിങ്ങും ഇല്ല, നിങ്ങൾക്ക് ഒരു താളബോധവും ഇല്ല. ചേച്ചി നിങ്ങൾ കേൾക്കണം, എന്റെ ചേച്ചിയെ കണക്കാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. ഇവള് പറഞ്ഞു കേട്ടാ, പാല് ഇറക്കാൻ പറയണ ബാബുവിനുണ്ട് ടൈമിങ്, പത്രം ഇടാൻ പറയണ സുരേഷിനുണ്ട് ടൈമിങ്, പഞ്ചായത്ത് പ്രസിഡന്റ് സോമേണ്ണനുണ്ട് ടൈമിങ്, ചെലവും കൊടുക്കണ മാപ്പിളക്ക് ടൈമിങ് ഇല്ല. ഇങ്ങനെ ടൈമിങ് മാത്രമല്ല ഇല്ലാത്തത്, ഒരു കാര്യത്തിന് ഒരു ഫ്ലോയും ഇല്ല. ഇപ്പൊ ചേച്ചിക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ വരണം, പെർഫോം ചെയ്യണം. ചേട്ടൻ പറ്റത്തില്ല.
നമ്മുടെ നാട്ടുകാരാണ് ചേച്ചി. കോട്ടയത്തിനകത്ത് എന്തായാലും കലാകാരന്മാർ ഇഷ്ടം പോലെ പേരുണ്ട്. ഇവിടുന്ന് നമുക്ക് ആരെങ്കിലും ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യാൻ റെഡി ആണെങ്കിൽ ദാ ഇപ്പം ഇവിടെ വെച്ച് ശ്വേത ചേച്ചി ഉണ്ട്, ഞാനും ഉണ്ട്, അഖിലും ഉണ്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുന്നു. എനിക്കത് അറിയണമല്ലോ. അല്ല ഞാൻ ബാക്കി നിങ്ങൾക്ക് എന്താ പറയട്ടെ. എന്റെ പെണ്ടാട്ടിയിലൂടെ ഞാൻ ആരെങ്കിലും ഇവിടെ നനങ്ങുകയാണെങ്കിൽ ഇന്ന് ഞാൻ അടിച്ചുറക്കും. അല്ല അങ്ങനെയല്ല. ഒന്ന് അടങ്ങണ്ട അണ്ണ, അത് ചേച്ചിക്ക് ആഗ്രഹമല്ലേ? അതായത് എന്റെ ആഗ്രഹം ചേട്ടൻ വാ ഞാൻ പറയാം. അതായത് ചേട്ടാ കുഴപ്പമില്ല, ഒന്ന് മതി. അതായത് ചേട്ടാ ഇവിടുന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കട്ടെ. അപ്പൊ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് ഒന്ന് വന്ന് അവിടെ പെർഫോം ചെയ്തിട്ട് പോട്ടെ. കുഴപ്പമില്ല. കുറച്ചേരെ ഇവരെ രണ്ടുപേരെ അടുത്ത് നോക്കാം. മാറുമോ? ചേട്ടാ വാ, നമുക്ക് dance ഒക്കെ കളിക്കാം. പട്ടി വെച്ച് കിടക്കണ എന്തര് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം. ഈ ചേച്ചിക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട്. കോട്ടയത്ത് നിന്ന് ഇപ്പം ഇവിടെ വെച്ച് ആർക്കെങ്കിലും ഇതുപോലെ മിമിക്രി ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യാൻ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഞാൻ വരാം. നമുക്ക് ഓരോരുത്തരെയും വേണമെങ്കിൽ നോക്കി നോക്കി സെലക്ട് ചെയ്ത് നോക്കാം. ഈ സാർ ആണെങ്കിൽ പലപ്പോഴായിട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ട 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 വേണ്ട. ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടാ? നമുക്ക് ഇവിടെ നിന്നല്ല കുറച്ച് അങ്ങോട്ടേക്ക് പോയാലോ? വാ. ആരെങ്കിലും കോമഡി പറയുന്നവരുണ്ടാ? കോമഡി ദേ അവിടെ നോക്കിക്കേ, വെള്ള ഷർട്ടിട്ട കുറേ ചേട്ടന്മാര്. കോമഡി പറയണ ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും വരുമോ എന്റെ കൂടെ കോമഡി മാസ്റ്റേഴ്സിൽ പോവേ? വെള്ള ഷർട്ട് ഇട്ട് ഇങ്ങനെ അടുക്കി അടുക്കി ഇരിക്കുന്ന കണ്ടില്ലേ എത്ര പേരുണ്ടെന്ന്? നിങ്ങൾ കോമഡി പറയൂ അണ്ണാ? ഇല്ലേ നിങ്ങൾ പറയൂ. ബാബാ ഇങ്ങ് വാ, അടുത്ത നമുക്ക് നോക്കാം. വെള്ള ഷർട്ട് മാത്രമേ ഉള്ളൂ, കോമഡി ഒന്നുമില്ല. കോമഡി പറയൂ ആരെങ്കിലും. നിങ്ങൾ എന്തൊരു പുഴുവാന്നേ പിടയ്ക്കുന്നത് കിടന്ന കണ്ടിട്ട് ചന്ദ്രൻ മാന്യൻ ആര് വന്നാലും ഞാൻ മാന്യൻ വരുമോ മാമ കോമഡി മാസ്റ്റേഴ്സിൽ? മാമ എവള് കടിക്കും പോവല്ലേ? കണ്ട നല്ല മാന്യൻ ലുക്ക്. വരുവോ എന്റെ കൂടെ കോമഡി പറയാൻ? കോമഡി അത്രയും പറയല്ല, അറിഞ്ഞൂടെ അല്ലേ? മോഹൻലാലിനെ പോലെ എന്തൊരു ചെയ്യും? ആരെങ്കിലും ഒരു ചെറുപ്പക്കാരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരും ഇല്ല. അങ്ങനെ ഞാൻ ചമ്മൂല. മാടാ മോനെ നിനക്ക് വേണോ? മക്കളെ നീ കോമഡി പറയോടാ? കോമഡി പറയോ? എന്തൊരു കോമഡിയാണ് പറയണത്? ഒന്ന് പറഞ്ഞു കാണിച്ചു തരുമോ? അവനാ നിപ്പിൽ തന്നെ ഉണ്ട് കോമഡി. നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? എന്തെങ്കിലും നിനക്ക് നിന്നെ ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊച്ചിനെ അറപ്പിക്കാതെ തന്നെ അങ്ങോട്ട് മാറി നിക്കി. കോമഡി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്ന് വിളിച്ചപ്പോ ഉടനെ നീ കൂടെ പോടാ കുടുംബം കലക്കാനായി. കരയല്ലേ? പോട്ടെ. ആരെങ്കിലും ഉണ്ടോ? പറയോ അപ്പി കോമഡി? പറയോ കോമഡി? എനിക്ക് ഒരാളെ കിട്ടി കോമഡി പറയാ. അയ്യോ കിട്ടി കിട്ടി നമുക്ക് കിട്ടി. ഓടിവാ ഓടിവാ. പ്രിയ സുഹൃത്തുക്കളെ, ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏടാ ഇവൻ പൊളിക്കുന്നു. ഇവന് വൻ പവർ. ഹലോ, പേരെന്താ? എന്റെ പേര് സൂര്യജിത്ത് സുരേഷ്. സൂര്യജിത്ത് കോട്ടയംകാരുടെ ആ പവർ കണ്ടോ? ഇതൊക്കെ പറഞ്ഞു നിന്ന് എന്തും ചെയ്യാൻ റെഡിയാണ്. അത് ഉറപ്പായിട്ടും ഇവർക്ക് കൊടുക്കുന്നതിലും കുറച്ചും കൂടെ 2 മടങ്ങ് കൈകളും കൂടെ എനിക്ക് തരണം. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, എന്റെ വീട് ഇവിടെ കുറവലങ്ങാടിനടുത്തുള്ള കുറവലങ്ങാട്ടും മരങ്ങാട്ടുപള്ളിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ആരെങ്കിലും ഉണ്ടോ? കുറവലങ്ങാട്ടുകാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഏറ്റുമാനൂരുകാരുണ്ടോ? ഏടിക്ക്. താങ്ക് യു. ആ, ഞാനിവിടെ ചേച്ചിക്ക് പേരാകാൻ വന്നതാണ്. അപ്പൊ ആദ്യം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മിമിക്രി. എടാ ഇവന് ഫുൾ അറിയാവുന്ന തോന്നുന്നു. നോക്കട്ടെ, കേക്കട്ടെ, നമുക്കൊരു സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാലച്ചേട്ടന്റെ വോയിസ് എടുക്കാം. ബാലച്ചേട്ടൻ എല്ലാവർക്കും അറിയത്തില്ലേ? പാലച്ചേട്ടനെ ഇറക്കി നമ്മളവിടെ പാല് ഇറക്കാൻ പറഞ്ഞ പാലച്ചേട്ടൻ. എനിക്ക് അതല്ല, ഇത് വേറെ ബാലച്ചേട്ടൻ. സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ബാലച്ചേട്ടൻ ഇവിടെ വരുക. ഓക്കെ. എല്ലാവർക്കും വണക്കമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? ശ്വേത ചേച്ചി, തക്കുടി മോൾ ശ്വേത ചേച്ചി നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയില്ലേ? അതെ. അതിൽ എനിക്ക് ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ പുതിയൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. തങ്കച്ചി അസോസിയേഷൻ. അതിൽ വരുമോ പ്രസിഡന്റൊക്കെ? പിന്നെ അവിടെ ആനിച്ചേച്ചി അവിടെ എന്നെ കുക്കറി ഷോ. ഇത് പായസം കുക്കറി ഷോ. ആനീസ് കിച്ചൺ. ആ പേരാണോ ചോദിച്ചത്? അതിൽ ഒരു ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ ഒരു പരിപാടിയുണ്ട്, ബാലാസ് കിച്ചൺ. വരുമോ? പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ. ശ്രുതി ശരിയാകുമോ? ഒരു ശ്രുതി. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പോയികയിൽ കണ്ടു നാനൊന്ന് ശ്വേതാമേനോന്. എപ്പടി ഇഷ്ടപ്പെട്ടോ?
എങ്ങനെയുണ്ട് ബാലഗിരിയുടെ കൊള്ളാം 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 പേരാകാൻ കൊള്ളുവോ? അത്രയും കൊള്ളൂല, കുഴപ്പമില്ല. ഇരിക്കട്ടെ, കോമഡിയൊന്നും ഇല്ല. ഓ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ സുരേഷ് ഏട്ടനെ വിളിച്ചാലോ? സുരേഷ് ഗോപി സാർ. എല്ലാവർക്കും ശരി, സുരേഷ് ചേട്ടന്റെ സൗണ്ടും കൂടെ കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കോമഡി മാസ്റ്റേഴ്സിൽ പോണോ പാട്ടും കൊണ്ട് അതെ. സൂപ്പർ സ്റ്റാറിൽ പോണോ. അതെ അതെ അതെ. നിങ്ങളൊക്കെ ആരാ? നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? കൈയടിക്കാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല. കൈയടിച്ചു. എന്റെ മകനെ നിങ്ങൾ കൈയടിച്ച് കൂട്ടിക്കൊന്നു. ഞങ്ങൾ അനാഥരാണല്ലേ? ഗുണ്ടകളാണോ? ഗുണ്ടകളാണോ? അല്ലല്ലേ? പ്രണയനില പൊഴകിറതേ. നീ ചിരിക്കരുത് മോനെ, നീ ചിരിക്കരുത്. ഇവിടെ വരുന്ന എല്ലാവരെയും നീ അയ്യോ മോനെ സ്തുതിയില്ല സംഗതിയില്ല എന്ന് പറഞ്ഞു മതി. എടാ പൊളി പൊളി സൂപ്പർ. Thank you, thank you. ഇപ്പൊ കൈയോടെ പൊക്കിക്കൊണ്ട് പോയാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും പെർഫോമൻസ് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് എന്ത് തോന്നി? ഓക്കെ ആണോ? പിന്നെ ഇത് മതി, ഉറപ്പാണോ? മതി. പക്ഷെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഇത്, ചേട്ടനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അതായത് തീരുമാനിക്കേണ്ട ആള് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. അതെ. അപ്പൊ ശ്വേത ചേച്ചി ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തീരുമാനം ഇവിടെ വെച്ച് തന്നെ അതെ ആലോചിക്കാൻ സെലക്ട് കഴിയും. ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ബാറ്ററി ചാർജ് ആവും, നമുക്ക് കൊണ്ടുപോവാം. ഉറപ്പിച്ചു? Thank you, thank you. Superb. Thank you, എങ്കിൽ thank you. നമ്മൾ ഇതാ കൊണ്ടുപോവുകയാണ് സൂര്യജിത്തിനെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിലേക്ക്. ഇവിടുത്തെ ഈ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് സൂര്യജിത്തിനെ കോമഡി മാസ്റ്റേഴ്സിൽ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, വെൽക്കം. താങ്ക് യു, താങ്ക് യു. അത് ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ചേച്ചി, അമ്മയുടെ പ്രസന്റയിൽ ഒരുപാട് താങ്ക് യു. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. മാമ ഇടയ്ക്ക് കാണാൻ വന്നോ വേണമെങ്കിൽ? ആ ഞാനും കൂടി വരക്കാം. എവിടെ? മറ്റെന്തൊരു മാസ്റ്റേഴ്സിന് കുട പിടിക്കാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ പിടിക്കും. മേക്കപ്പ് ചെയ്യാൻ അറിയാമോ? അറിയാം, ഇങ്ങനെയൊക്കെ ആക്കി തരും. ആഹാരം കൊണ്ട് തരാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ വാരി തരും. എന്നാ പിന്നെ വാ പോവാം. പോവാന്നാ. പോട്ടെ. വാ, പോവാം. പോവാം, വാ. പോണേ. All the best. ടാറ്റാ. നമുക്ക് അവിടെ കാണാം.